പ്രിയ വിദ്യാർത്ഥികളെ, നന്മ എഡ്യൂക്കേഷൻ ഹബ് എന്ന ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ +1 തുല്യതാ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഈ വർഷം +1 തുല്യതാ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ +1 തുല്യതാ പരീക്ഷ എഴുതുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിവിധ വിഷയങ്ങളുടെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഈ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകും. അപ്പൊ അതിന്റെ ലിങ്ക് ഇതിന്റെ കമന്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ കയറുക. ആ ഗ്രൂപ്പിൽ നമ്മുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉറക്കെ തന്നെ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ തന്നെ +2ന്റെ ക്ലാസ്സുകളും +1ന്റെ ക്ലാസ്സുകളൊക്കെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ആ ഗ്രൂപ്പ് വഴി പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഇനി ഗ്രൂപ്പിൽ അംഗമല്ലാതെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്ത് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുക. എല്ലാ ചോദ്യപേപ്പറിലും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കണോമിക്സിന്റെ ഭാഗമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് +1ന് പഠിക്കാനുള്ളത് ഇക്കണോമിക്സിന് 2 ഭാഗങ്ങളാണ്, ഇന്ത്യൻ ഇക്കണോമി അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ 2-3 പ്രാവശ്യം നമ്മുടെ ചാനലിൽ വരുന്ന ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാമിന് വളരെ ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സാംഘികം എന്ന് പറയും മലയാളത്തിൽ. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അർത്ഥം സാംഘികം എന്ന് പറയും. അപ്പൊ ശരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പഠനം നടത്തുകയാണ്, നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ കണ്ടെത്തണം, അവരെ കുറിച്ചൊരു പഠനം നടത്തണം, ഏത് രീതിയിലാണ് ആളുകൾ വരുമാനം നേടുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മൾ സർവേ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ആ സർവേ ചെയ്യുന്നതും അത് എങ്ങനെ ഓരോ വിവരങ്ങൾ ശേഖരിക്കുന്നത്, അത് ഏത് രൂപത്തിലാക്കുന്നു, അത് പ്രൊജക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു, ആ ഒരു സ്റ്റെപ്പുകളും കാര്യങ്ങളുമാണ് ഈ 9 ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ദത്തങ്ങൾ അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയും. ദത്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ ദത്തങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സർവേക്ക് വേണ്ടി പോവുകയാണ്. അപ്പൊ ഒരു വീട്ടിൽ പോയിട്ട് ആ ഗ്രഹനാഥന്റെ പേര്, അതുപോലെ തന്നെ അവിടുത്തെ എത്ര അംഗങ്ങളുണ്ട്, എത്ര ആളുകൾ ജോലിക്ക്, ഒരു ആളുകളുടെ ജോലി നിലവാരം, ആ രീതിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ ചെന്നിട്ട് അയാളുടെ പേര്, ഒരു വ്യക്തിയുടെ പേര്, കുടുംബാംഗങ്ങളുടെ എണ്ണം, എത്ര ആൾ ജോലിക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരം നമുക്ക് അവർ പറയും. ആ ഉത്തരങ്ങളാണ് നമ്മൾ ഇവിടെ ഡേറ്റ അല്ലെങ്കിൽ ദത്തങ്ങൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ദത്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 രീതിയിലാണ് ദത്തങ്ങൾ ഉള്ളത്, ഗുണാത്മക ദത്തങ്ങളും പരിമാണാത്മക ദത്തങ്ങളും. ഈ ഗുണാത്മക ദത്തങ്ങളുടെ ഇംഗ്ലീഷാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഈ പരിമാണാത്മക ദത്തങ്ങളുടെ ഇംഗ്ലീഷാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇത് തമ്മിലുള്ള വ്യത്യാസം ചില സമയത്ത് ഇതിന്റെ ഉദാഹരണങ്ങൾ തരും. അത് ഏത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് എല്ലാ ചോദ്യപേപ്പറിലും ആവർത്തിച്ച് വരുന്ന എല്ലാ ചോദ്യപേപ്പറിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ സാധിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഇത്ര എണ്ണം ക്വാളിറ്റി, ഇത്ര എണ്ണം ക്വാളിറ്റി എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പൊ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അളക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ സൗന്ദര്യം,
ഒരു വ്യക്തിയുടെ സൗന്ദര്യം ഇത്ര സൗന്ദര്യം ഉണ്ട് ഇത്ര സൗന്ദര്യം ഇല്ല എന്നുള്ളത് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ സൗന്ദര്യം, പിന്നെ അതുപോലെ തന്നെ ബുദ്ധി, സത്യസന്ധത, സ്വഭാവം, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ സാധിക്കൂല. അപ്പൊ അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ഗുണാത്മക പേര് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഗുണാത്മക ദത്തങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ കഴിയില്ല അല്ലെങ്കിൽ അളക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. പിന്നെ ഒരു വ്യക്തിക്കുള്ള കാഴ്ചപ്പാട്, കടപ്പാട്, ജാതി, മതം, വിശ്വാസ്യത, ഇതൊന്നും നമുക്ക് അളക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയും. ഇനി അളക്കാൻ സാധിക്കുന്നവയാണ് എന്ത് പറയാ, പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയാം. ഉദാഹരണത്തിന് വിദ്യാർത്ഥിയുടെ ഉയരം, തൂക്കം, മാർക്ക് തുടങ്ങിയവയാണ് നമുക്ക് എന്ത് ചെയ്യും, ഒരാൾ ഇത്ര തൂക്കമുണ്ട് അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് ഉണ്ട് എന്ന് പറയല്ലോ. അങ്ങനെ അളക്കാൻ സാധിക്കുന്നവയാണ് പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജനനനിരക്ക്, മരണനിരക്ക്, സാക്ഷരത, ആയുർദൈർഘ്യം, ഇതൊക്കെ നമുക്ക് അളക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതിന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറയും. അപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗുണാത്മക ദത്തങ്ങൾ, അത് അളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പരിമാണാത്മക ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അളക്കാൻ സാധിക്കുന്നവയായിരിക്കും. അപ്പോൾ ഇവിടെ പലപ്പോഴും എക്സാമിന് ഈ ഉദാഹരണങ്ങൾ തരും. അപ്പൊ ഈ ഉദാഹരണങ്ങൾ ഗുണാത്മകമാണോ പരിമാണാത്മകമാണോ എന്ന് നമ്മൾ കണ്ടെത്തണം. അതായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അളക്കാൻ കഴിയാത്തതാണെങ്കിൽ അത് ഗുണാത്മകമായിരിക്കും, അളക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പരിമാണാത്മകമായിരിക്കും. അപ്പാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ ചോദ്യപേപ്പറിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ദത്തങ്ങളുടെ ഉറവിടങ്ങൾ എന്ന് പറയും. ദത്തങ്ങളുടെ ഉറവിടങ്ങൾ, ഈ ദത്തങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന് പ്രാഥമിക ദത്തങ്ങളും രണ്ട് ദ്വിതീയ ദത്തങ്ങളും. പ്രാഥമിക ദത്തങ്ങൾ, ദ്വിതീയ ദത്തങ്ങൾ, രണ്ടു തരം ദത്തങ്ങളുടെ ഉറവിടങ്ങളുണ്ട്. ഒന്ന് പ്രാഥമികം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഒരാളോട് ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ അത് പ്രാഥമിക ദത്തങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കുറിച്ച് മറ്റുള്ള വ്യക്തികളോടോ അല്ലെങ്കിൽ ഓൾറെഡി ശേഖരിച്ചു വെച്ചിട്ടുള്ള പത്രങ്ങളിൽ നിന്നോ മാഗസിനിൽ നിന്നോ ഒരാളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറയും. അപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രാഥമിക ദത്തങ്ങൾ എന്ന് പറയും. ഒരു വ്യക്തിയെ കുറിച്ച് മറ്റൊരു വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നതെങ്കിൽ അതിനെ ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറയും. അപ്പൊ പ്രാഥമിക ദത്തങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഉദാഹരണങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അഭിമുഖം എന്ന് പറഞ്ഞാൽ നേരിട്ട് ചോദിക്കുക. പിന്നെ തപാൽ മുഖേനയുള്ള അഭിമുഖം, ഒരാൾക്ക് കത്ത് എഴുതുക, എന്നിട്ട് കുറച്ച് ചോദ്യാവലി വെച്ചിട്ട് ഒരു കത്ത് എഴുതുക, അതിന് മറുപടി അയാൾ തിരിച്ചയക്കുകയാണെങ്കിൽ അതിനെ തപാൽ മുഖേനയുള്ള അഭിമുഖം എന്ന് പറയും. പിന്നെ ടെലിഫോൺ മുഖേനയുള്ള അഭിമുഖം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഫോൺ വിളിച്ചിട്ട് അയാളോട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ടെലിഫോൺ മുഖേനയുള്ള അഭിമുഖമാണ്. അതും ഈ മൂന്നും പ്രാഥമിക ദത്തങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ ദ്വിതീയ ദത്തങ്ങളാവുമ്പോൾ മറ്റേതെങ്കിലും ഏജൻസി ശേഖരിച്ച ദത്തങ്ങളെയാണ് ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറയാം. മാഗസിൻ, വാരിക, പത്രം. ഇപ്പോ ഒരു പത്രത്തിൽ ഒരു മാഗസിനിൽ ഒരാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളൊരു പഠനത്തിന് വേണ്ടിയിട്ട് അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ നിന്നാണ് ശേഖരിക്കുന്നതെങ്കിൽ അതിനെ ദ്വിതീയ ദത്തം എന്നാണ് പറയാം. പിന്നെ അടുത്തൊരു ടോപ്പിക് ആണ് പൈലറ്റ് സർവേ എപ്പോഴും ചോദിക്കുന്നതാണ്. യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ. യഥാർത്ഥ സർവേ ഇപ്പൊ ഒരു പഞ്ചായത്തില് ഒരു വാർഡിൽ മുഴുവൻ നമുക്ക് സർവേ നടത്തണം. അപ്പൊ ആ സർവേ നടത്തുന്നതിന് മുമ്പായിട്ട് ഒരു 4-5 വീടുകളിൽ മാത്രം സർവേ നടത്തുകയാണെങ്കിൽ അതിനെ പൈലറ്റ് സർവേ എന്ന് പറയും. അപ്പൊ അത് മറക്കരുത്. യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു സർവേയാണ് പൈലറ്റ് സർവേ, ഒരു പരീക്ഷണ സർവേയാണ്. യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ. അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ്. ക്വാണ്ടിറ്റേറ്റീവ്, ഗുണാത്മക ദത്തങ്ങളും പരിമാണാത്മക ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. പിന്നെ പ്രാഥമിക ദത്തങ്ങളും ദ്വിതീയ ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. പൈലറ്റ് സർവേ എന്താണെന്നുള്ളതും പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. പിന്നെ നമ്മുടെ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പെട്ടെന്നെല്ലാം ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിന്റെ ഈ ക്ലാസിന്റെ കമന്റിൽ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിലേക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.